മറ്റു വാർത്തകളിലേക്ക് കൂടി കടക്കുകയാണ്. ഉപകരണങ്ങളില്ലാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ മുടങ്ങിയത് ഉൾപ്പെടെ തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസിനെ തള്ളാതെ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ട്. ഡോക്ടർ ഹാരിസിന്റെ തുറന്നു പറച്ചിൽ ചട്ടലംഘനമാണെങ്കിലും നടപടി വേണ്ടതാണ് ശുപാർശ. അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ആരോഗ്യമന്ത്രിക്ക് കൈമാറും. തുറന്നു പറച്ചിൽ കൊണ്ട് ഗുണമുണ്ടായതായി ഡോക്ടർ ഹാരിസ് പ്രതികരിച്ചു. സർക്കാരിനെയും ആരോഗ്യവകുപ്പിനെയും കുറ്റം പറഞ്ഞിട്ടില്ലെന്നും ബ്യൂറോക്രസിയെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞതെന്നും ഡോക്ടർ ഹാരിസ് ആവർത്തിച്ചു. എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ തയ്യാറാണെന്നും ഡോക്ടർ പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ആദ്യം. ഞാൻ പറഞ്ഞ എഴുതിയിരുന്നതിലോ പറഞ്ഞതിലോ മാധ്യമങ്ങളോട് പങ്കുവച്ചതിലോ ഒരു കാര്യത്തിൽ പോലും തെറ്റ് ഇല്ല. അതിനെല്ലാം തെളിവുള്ളത് കൊണ്ടാണ് തെളിവുകളെല്ലാം അന്വേഷണ സമിതി ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്റെ കയ്യിൽ നിന്ന് അത് അല്പം തെറ്റുപറ്റി. കാരണം ഞാൻ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ പ്രതീക്ഷിച്ചത് ഇത് ആരോഗ്യവകുപ്പ് അത് ശ്രദ്ധിക്കുമെന്നും ഈ ബ്യൂറോക്രസിക്കെതിരെയാണ് മാത്രമാണ് ഞാനത് എഴുതിയിരുന്നത്. ആ ഫേസ്ബുക്ക് 3 പോസ്റ്റുകൾ ഞാൻ ഇട്ടിരുന്നു. 3ലും സർക്കാരിനെയോ ആരോഗ്യവകുപ്പിനെയോ കുറ്റം പറഞ്ഞിട്ട് ഒന്നിലും ഞാൻ എഴുതിയിട്ടില്ല. ഞാൻ ബ്യൂറോക്രസിയെ മാത്രമാണ് കുറ്റം പറഞ്ഞത്. അത് ആ പ്രശ്നം ആരോഗ്യവകുപ്പ് ശ്രദ്ധിക്കുമെന്നും അടിയന്തരമായി പരിഹരിക്കുമെന്നും എന്റെ രോഗികൾക്ക് അടിയന്തരമായിട്ട് ചികിത്സയ്ക്കുള്ള സാധനങ്ങൾ എത്തിക്കുമെന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. സാരംഗ് സുധാകരൻ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. സാരംഗ്, എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം ചെയ്തത് അത്തരത്തിൽ ഒരു തുറന്നു പറച്ചിൽ, വെളിപ്പെടുത്തൽ പൊതുമധ്യത്തിൽ നടത്തിയത് തെറ്റായി പോയി എന്നും അത്തരത്തിൽ ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ തന്റെ മുന്നിൽ ഉണ്ടായിരുന്ന ആ സമയത്തെ ലക്ഷ്യം സാധാരണക്കാരായിട്ടുള്ള രോഗികളുടെ ജീവൻ രക്ഷിക്കുക, കൃത്യസമയത്ത് ശസ്ത്രക്രിയ നടത്തുക, അതിന് മറ്റൊരു വഴിയും കാണാത്തത് കൊണ്ടാണ് എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുകയാണ്. അതിനിടയിലാണ് നമ്മുടെ ഈ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി തന്നെ ഈ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ആരോഗ്യമന്ത്രിക്ക് മുന്നിൽ വെക്കാൻ പോകുന്നത്. സ്വാഭാവികമായും അദ്ദേഹം ഒരു നടപടി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുന്നില്ലല്ലോ. ഡോക്ടർ ഹാരിസ് എന്തു പറഞ്ഞോ ആ വിഷയങ്ങളെയൊക്കെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ ശരിവെക്കുന്ന വിവരങ്ങൾ തന്നെയല്ലേ ആ റിപ്പോർട്ടിലും ഉള്ളത്? സാരംഗിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. സാരംഗിന് ചോദ്യം കേൾക്കുന്നതിൽ ഒരു ചെറിയ തടസ്സം നേരിട്ടു എന്നതാണ് കരുതുന്നത്. എന്തായാലും സർക്കാർ തന്നെ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ പഠന റിപ്പോർട്ട് ഇന്ന് ആരോഗ്യവകുപ്പിന് കൈമാറുകയാണ്, ആരോഗ്യമന്ത്രിക്ക് മുന്നിലേക്ക് എത്തുകയാണ്. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഡോക്ടർ ഹാരിസ് എന്തൊക്കെ വിഷയങ്ങളാണോ ഉയർത്തിക്കാട്ടിയത്, എന്തൊക്കെ പ്രതിസന്ധികളാണോ ഉയർത്തിക്കാട്ടിയത്, ആ വിഷയങ്ങളൊക്കെയും ഈ ആരോഗ്യ മേഖലയിലുണ്ട്, മെഡിക്കൽ കോളേജിന്റെ നടത്തിപ്പിലുണ്ട് എന്ന് ശരിവെക്കുന്ന റിപ്പോർട്ട് തന്നെയാണ്. പക്ഷേ ഇത്തരത്തിൽ ഒരു തുറന്നു പറച്ചിൽ നടത്തിയത് ചട്ടലംഘനമാണെങ്കിൽ ചട്ടലംഘനമാണ്. പക്ഷേ എന്നാൽ പോലും ഡോക്ടറിന് എതിരെ ഒരു നടപടി വേണ്ട എന്നും ആ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നുണ്ട്. സാരംഗ് തുടരുന്നുണ്ട്. സാരംഗ്, തുടരാം. തീർച്ചയായും അത്തരത്തിലാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. ഈ ഹാരിസ് ചിറക്കൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ശരിയല്ലെങ്കിലും ചില കാര്യങ്ങൾ, അതായത് ഈ സർജറി മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ ഒരു അന്വേഷണ പരിധിയിൽ ഡോക്ടർമാർ എടുത്തിട്ടില്ല. ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അച്ചടക്കലംഘനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ഒരു അന്വേഷണ പരിധിയിൽ വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ വ്യാപകമായ ഒരു പ്രശ്നമില്ല. അത്തരത്തിൽ ഒരു 1-2 സർജറികൾ മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ വ്യാപകമായി ഈ ഒരു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇത്തരം ഒരു പ്രതിസന്ധി നേരിടുന്നില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല പല പ്രതിസന്ധികളുമുണ്ട്. ഈ ഒരു സൂപ്രണ്ടിനും ഡോക്ടർമാർക്കും ഈ ഒരു സാധനങ്ങൾ വാങ്ങുന്നതിലും മറ്റും പ്രതിസന്ധി നേരിടുന്ന പല പ്രശ്നങ്ങളുണ്ട്. ഇതിൽ പല സാങ്കേതിക തടസ്സങ്ങളും നേരിടുന്നുണ്ട്. അത് കാരണമാണ് പല ഉപകരണങ്ങളും ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള കാലതാമസം നേരിടുന്നത്. അത്തരത്തിലുള്ള പല ശുപാർശകളും ഒപ്പം തന്നെ ഈ ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 4 പേജോളം അടങ്ങുന്ന നിർദ്ദേശങ്ങൾ ഹാരിസ് ചിറക്കൽ തന്നെ ഈ ഒരു അന്വേഷണ കമ്മീഷന് മുൻപാകെ സമർപ്പിച്ചു എന്ന് നമുക്കറിയാം. നമ്മളോട് പങ്കുവച്ചിരുന്നു അദ്ദേഹം. ഇത്തരത്തിൽ ഈ ഒരു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഈ സാഹചര്യം മാത്രം വിലയിരുത്തിയാണ് ഇത്തരത്തിൽ പരിശോധന ഈ ഒരു അന്വേഷണ സംഘം അന്വേഷണം നടത്തിയതെങ്കിലും ഇത് മറ്റ് ആശുപത്രികളിലേക്കും മറ്റും ഇത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് വിരളിച്ചുകൊണ്ടുന്നതാണ് നിലവിൽ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലെ ഇത്രയും കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിലൊരു പ്രതിസന്ധി നേരിടുന്നു. മാത്രമല്ല ഈ ചുവപ്പുനാടയിൽ കുരുങ്ങി പല ചികിത്സകളും മുടങ്ങുന്നു. മാത്രമല്ല കാലതാമസം നേരിടുന്നു. ഈ ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ കാലതാമസം നേരിടുന്നു എന്നിങ്ങനെ പല പ്രശ്നങ്ങളുമുണ്ട്. ഈ ഒരു
സർജറി മാറ്റിവെച്ച കാര്യം ശരിയാണെന്ന് വ്യക്തമാക്കുന്നതാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. പക്ഷേ അതിനൊപ്പം തന്നെ ഈ ഉപകരണങ്ങൾ വാങ്ങിക്കുന്നുള്ള കാലതാമസത്തിന് കാരണമായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിന് പരിഹാരം ഈ റിപ്പോർട്ട് വഴി തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഹാരിസ് ചിറക്കൽ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളും അന്വേഷണ കമ്മീഷൻ പരിഗണിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആര്യ, തീർച്ചയായും സാരംഗ് സുധാകരനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.